ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ധനാഭ്യർത്ഥനകളെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. സർ, ഏറ്റവും പ്രയാസകരമായൊരു സാഹചര്യത്തിലൂടെ കേന്ദ്രത്തിൻ്റെ അങ്ങേയറ്റത്തെ സാമ്പത്തിക ഉപരോധത്തിൻ്റെയും പ്രതിപക്ഷവും BJPയും ഒക്കെ ചേർന്ന് നടത്തുന്ന തെറ്റായ വ്യാജ പ്രചരണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും നല്ല നിലയിൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. ഈ ഘട്ടത്തിൽ എനിക്ക് UDFനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നേടിയ വിജയത്തിലുള്ള മതിമറന്ന ആഹ്ലാദം നിങ്ങൾക്കത് ആവശ്യമില്ല, അതിനടിസ്ഥാനമില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം 2019 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഇതേ നില തന്നെയായിരുന്നു. ആ നിലയിൽ നിന്ന് വന്ന പ്രത്യക്ഷവും പ്രകടവും പ്രധാനപ്പെട്ടതുമായ ഏക മാറ്റം എന്ന് പറയുന്നത് BJPക്ക് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെൻറ്റ് അംഗമുണ്ടായിരിക്കുന്നു തൃശ്ശൂരിൽ നിന്ന്. എന്താ അവിടെ സംഭവിച്ചത്? ഗോവിന്ദൻ മാഷോട് ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെ UDFൻ്റെ വോട്ട് ഏതാണ്ട് 1 ലക്ഷത്തോളം, മുൻപ് UDFൻ്റെ കയ്യിലിരുന്ന സീറ്റാണ് TN പ്രതാപൻ്റെ, 1 ലക്ഷത്തോളം കുറഞ്ഞു. BJPക്ക് ഏകദേശം 1 ലക്ഷത്തിലധികം വർദ്ധിച്ചു. അതേസമയം LDFൻ്റെ വോട്ട് നില എന്താ? LDFന് 2019 ഉണ്ടായിരുന്ന വോട്ട് നില വർദ്ധിക്കുകയാണ് തൃശ്ശൂർ ചെയ്തത്. അപ്പൊ ആരുടെ വോട്ട് മറിഞ്ഞത് കൊണ്ടാണ് തൃശ്ശൂര് BJP ജയിക്കാനിട വന്നത്? ഏത് ആഫീസിലാണ് അതിന്റെ പേരിൽ വോട്ട് മറിച്ചതിന്റെ പേരിൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അടിപിടി ഉണ്ടായത്? അതാണ് നാം കാണേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, 2019 LDFന് 16 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അത് 2 കൂടി വർദ്ധിച്ചു. UDFൻ്റെ 123 അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ലീഡ് 111ലേക്ക് കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുക. 2 മന്ത്രിമാരെ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. 2ാമത്തെ മന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിനും കൂടി തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരം UDF ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാ ഒരുക്കിയത്? ആലപ്പുഴയിൽ KC വേണുഗോപാൽ MP ആയപ്പോൾ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരികയാണ്. രാജസ്ഥാനിൽ ആർക്കാ ഭൂരിപക്ഷം? BJPക്ക്. സ്വാഭാവികമായും ആ അക്കൗണ്ടിലൂടെ BJPക്ക് ഒരു രാജ്യസഭാ അംഗത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഇവിടെ UDFും കോൺഗ്രസും അനുവർത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം തെറ്റായ സമീപനങ്ങളിലൂടെയല്ലേ UDF ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. വടകരയിലടക്കം ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുവെങ്കിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ അടക്കം സവർണ ഭൂരിപക്ഷ വർഗീയതയെയും UDF കൂട്ടുപിടിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ആ അടിയന്തര പ്രമേയത്തിൽ അവതാരകനും തുടർന്ന് പ്രതിപക്ഷ നേതാവും ഒക്കെ യശസ്വരനായ ഞങ്ങളുടെ നേതാവ് മാണി സാറിനെതിരെ ആ ഘട്ടത്തിൽ ഉയർന്ന ചില പരാമർശനങ്ങൾ യാതൊരു സാഹചര്യവുമില്ലാതെ അനവസരത്തിൽ അനാവശ്യമായി ഇവിടെ ഉദ്ധരിച്ചു. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇപ്പോഴും കോൺഗ്രസിനും UDFനും അന്ന് പിന്നിൽ നിന്ന് മാണി സാറിനെ പിന്നിൽ നിന്ന് കുത്തിയ അതേ മാനസികാവസ്ഥയിൽ ഇന്നും അദ്ദേഹത്തെ വേട്ടയാടാനാണ് UDF നിൽക്കുന്നതാ എന്നാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ LDFന്റെ ഒരു തീരുമാനം വന്നു. എന്താണ് ഉണ്ടായത്? ഈ മുന്നണിയെ നയിക്കുന്ന CPM മുന്നണി മര്യാദയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ചുകൊണ്ട് സ്വന്തമായി ഒരു സീറ്റ് ജയിപ്പിക്കാനുള്ള അംഗബലം ഈ സഭയിലുള്ളപ്പോഴും ഞങ്ങളടക്കമുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് തരാനുള്ള മഹാമനസ്കത CPM കാണിച്ചു എന്നുള്ളത് ഈ മുന്നണിയുടെ ഒരു മഹത്വമായി നന്ദിയോടെ യോസഫ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിവിടെ പരാമർശിച്ചത് 6 വർഷം മുമ്പ് UDFൽ കേരള കോൺഗ്രസ് എമ്മിന് ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയ ഒരു സ്ഥിതി ഉണ്ടായി രാജ്യസഭയിൽ. എന്തായിരുന്നു അന്ന് ബഹളങ്ങൾ? പ്രമേയം പാസാക്കുന്നു, പ്രകടനം നടത്തുന്നു, കോലം കത്തിക്കുന്നു, എമ്പും വില്ലും മലപ്പുറം കത്തി എന്ന് പറഞ്ഞതൊരു പക്ഷവും. എന്നാൽ ഇവിടെ എന്താണ്? ഇതാണ് ഈ മുന്നണികൾ തമ്മിലുള്ള മാറ്റമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. വീക്ഷണം പത്രം വിളിക്കുന്നു, KPCC പ്രസിഡന്റ് വിളിക്കുന്നു. ഞങ്ങൾ ഒരിടത്തോട്ടും വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഈ സഭാവേദി ഉപയോഗിക്കുക. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും വരുമെന്ന് കരുതി ആരെങ്കിലും അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചക്ക വീണ് മുയല് ചത്തതുപോലെയാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പരാമർശിക്കുമ്പോൾ 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം 2020 നടന്ന
20 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 21 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷ മുന്നണി എത്രയോ ശക്തമായിട്ടാണ് തിരിച്ചു വന്നത് എന്നത് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ആ നിലയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിജയം ചക്ക വീണ് മുയൽ ചത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകളെ ശക്തമായി പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.